Hello everyone, welcome to the new session. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്കൂൾ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ സെക്കൻഡ് സെമിസ്റ്റർ പേപ്പറിലെ തേർഡ് യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് അല്ലെ. എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് സെഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു എന്താണ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ്, അത് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, അതിന്റെ വേരിയസ് സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷൻ, നേച്ചർ, മീനിങ്, ഡെഫിനിഷൻ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ അതിന്റെ സെക്കൻഡ് സെഷൻ ആണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ വിൽ സ്റ്റാർട്ട് ദ സെഷൻ വിത്ത് ദ കൺസെപ്റ്റ് റിലേഷൻ ബിറ്റ്വീൻ എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ആൻഡ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ. എന്താണ് ഈ മാനേജ്മെന്റും അഡ്മിനിസ്ട്രേഷനും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്? ഇത് രണ്ടും സെയിം കൺസെപ്റ്റ് ആണോ, ഡിഫറൻസിയേഷൻ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ management experts like Sheldon, Ted, Schultz, and Spriggle think that the term administration has wider meaning than the term management. ഞാൻ ഈ പറഞ്ഞ ഷെൽഡൻ, ടെഡ് ഇവരെല്ലാം മാനേജ്മെന്റ് എക്സ്പേർട്സ് ആണ്. അപ്പൊ ഇവരുടെയൊക്കെ ഒരു അഭിപ്രായ പ്രകാരം അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ വൈഡർ ആയിട്ടുള്ള ഒരു ടേം ആണ് മാനേജ്മെന്റിനേക്കാളും എന്നാണ് ഇവര് അഭിപ്രായപ്പെടുന്നത് കേട്ടോ. മാനേജ്മെന്റ് ഡീൽസ് വിത്ത് സ്പെസിഫിക് ഗോൾസ് ആൻഡ് ദീസ് ഗോൾസ് ആർ ടു ബി അച്ചീവ്ഡ്. ഈ മാനേജ്മെന്റിന്റെ കീഴില് മാനേജ്മെന്റിന് കുറച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഗോളുകൾ ഉണ്ടായിരിക്കും, കുറച്ച് ടാർഗറ്റ്സ് ഉണ്ടായിരിക്കും. അത് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് മാനേജ്മെന്റിന്റെ സൈഡിൽ നിന്ന് അവർ ചെയ്യുന്നത്. സോ വാട്ട് ഇസ് അഡ്മിനിസ്ട്രേഷൻ? അഡ്മിനിസ്ട്രേഷൻ ഇസ് കൺസേൺ വിത്ത് ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ പോളിസീസ് ലേഡ് ഡൗൺ ബൈ ദ മാനേജ്മെന്റ്. ഈ മാനേജ്മെന്റ് എന്തെല്ലാം പോളിസീസ് ആണോ കൊണ്ടുവന്നിട്ടുള്ളത്, ഈ പോളിസീസിനെ എല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് അഡ്മിനിസ്ട്രേഷന്റെ റോള്. സോ ഐ ഹോപ്പ് ദ ഡിഫറൻസ് ഇസ് ക്ലിയർ. ഈ മാനേജ്മെന്റ് എന്ന് പറയുന്നത് വിൽ ടേക്ക് ദ ഡിസിഷൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ വിൽ എക്സിക്യൂട്ട് ദ പോളിസീസ്. മാനേജ്മെന്റ് ടോപ്പ് സൈഡിൽ നിന്നും ഇരുന്നുകൊണ്ട് ഡിസിഷൻസ് എടുക്കുകയും ഗോൾ സെറ്റ് ചെയ്യുകയും ടാർഗറ്റ് സെറ്റ് ചെയ്യുകയും എല്ലാം ചെയ്യും. അഡ്മിനിസ്ട്രേഷന്റെ റോൾ എന്ന് പറയുന്നത് ഈ സെറ്റ് ചെയ്ത ടാർഗറ്റ് അച്ചീവ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു പോളിസീസ് എക്സിക്യൂട്ട് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് അഡ്മിനിസ്ട്രേഷന്റെ സൈഡിൽ നിന്ന് അവർക്ക് ചെയ്യാനുള്ള റോൾ കേട്ടോ. നെക്സ്റ്റ്, എക്സ്പേർട്സ് ലൈക്ക് കിംബൽ, ഫയോൾ ആൻഡ് അതേഴ്സ് വ്യൂ മാനേജ്മെന്റ് ആസ് എ ബ്രോഡർ കൺസെപ്റ്റ് ദാൻ അഡ്മിനിസ്ട്രേഷൻ. ഈ പറഞ്ഞ എക്സ്പേർട്സും മാനേജ്മെന്റ് എന്ന് പറയുന്നതിന് കുറച്ചുകൂടെ ഒരു ബ്രോഡർ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് വൈൽ കമ്പയർഡ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ. ദേ ആർഗ്യൂ ദാറ്റ് മാനേജ്മെന്റ് ഇസ് ദ റൂൾ മേക്കിംഗ് ആൻഡ് റൂൾ എൻഫോഴ്സിംഗ് അതോറിറ്റി. ഈ മാനേജ്മെന്റ് ആണ് ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും അവിടെ റൂള് മേക്ക് ചെയ്യുന്നതും ആ റൂളിനെ എൻഫോഴ്സ് ചെയ്യുന്നതും അല്ലെ, പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതും ആരാണ്? മാനേജ്മെന്റ് ആണ്. ആൻഡ് ഹാസ് മോർ ഫങ്ഷൻസ് ടു പെർഫോം ദാൻ അഡ്മിനിസ്ട്രേഷൻ. എല്ലാ രീതികളിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരുപാട് ഫങ്ഷൻസ് പെർഫോം ചെയ്യേണ്ടി വരുന്നത് മാനേജ്മെന്റിനാണ് അഡ്മിനിസ്ട്രേഷനേക്കാളും എന്നാണ് കിംബൽ ആൻഡ് ഫയോൾ എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്പേർട്സ് പറഞ്ഞത്. നെക്സ്റ്റ്, ഡേവിസ് തിങ്സ് മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഡിനോട്ട് വൺ ആൻഡ് ദ സെയിം ഫങ്ഷൻ. ഈ ഡേവിസ് എന്ന് പറയുന്നത് മറ്റൊരു എക്സ്പേർട്ട് ആണ്. അക്കോർഡിംഗ് ടു ഹിസ് വ്യൂസ് മാനേജ്മെന്റും അഡ്മിനിസ്ട്രേഷനും രണ്ടും ഒന്ന് തന്നെയാണ്, അവർ സെയിം ഫങ്ഷനിങ് ആണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഡേവിസ് എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്പേർട്ടിന്റെ ധാരണ പ്രകാരം. സോ ഇതെല്ലാം അവരവരുടെ കൺസെപ്റ്റ് ആണ്. ഇറ്റ് ക്യാൻ ബി ഡിഫേർഡ്. നെക്സ്റ്റ്, വാട്ട് ആർ ദ സിമിലാരിറ്റീസ് ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ? ഈ രണ്ട് കൺസെപ്റ്റ്സും തമ്മിൽ എന്തൊക്കെ സിമിലർ ആയിട്ടുണ്ട്, എന്തൊക്കെ ഡിസിമിലറിറ്റി ഉണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ്, സിമിലാരിറ്റീസ്. Both involve the basic functions of planning, organizing and controlling. മാനേജ്മെന്റ് ആയിക്കോട്ടെ അഡ്മിനിസ്ട്രേഷൻ ആയിക്കോട്ടെ, ഈ രണ്ടിലും ബേസിക് ആയിട്ടുള്ള ഫങ്ഷൻസ്, അതായത് ഒരു കാര്യം പ്ലാൻ ചെയ്യുക, അതിനെ ഓർഗനൈസ് ചെയ്യുക, ഇതിനെ കൺട്രോൾ ചെയ്യുക, ഇത് രണ്ടിലും വരുന്ന കൺസെപ്റ്റ് ആണ്. വെദർ ഇറ്റ് ഈസ് മാനേജ്മെന്റ് ഓർ അഡ്മിനിസ്ട്രേഷൻ, ഈ ബേസിക് ഫങ്ഷൻസ് രണ്ടിലും ഇൻവോൾവ്ഡ് ആണ്. ദ ഡിഫറൻസ് ഈസ് ഇൻ ദെയർ അപ്ലിക്കേഷൻ. ഇനി കൺട്രോൾ ചെയ്തതിന് ശേഷം ഇതിനെ കോർഡിനേറ്റ് ചെയ്യുകയും എക്സിക്യൂട്ട് ചെയ്യുകയും ഇവാലുവേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യില്ലേ, ആ ഒരു ഭാഗങ്ങൾ അല്ലെങ്കിൽ ഇതിനെ അപ്ലൈ ചെയ്യുന്ന കാര്യത്തിൽ മാത്രമേ ഡിഫറൻസിയേഷൻ വരുന്നുള്ളൂ. ബാക്കി ബേസിക് ഫങ്ഷൻസ് രണ്ടിനും സെയിം ആണ് കേട്ടോ. നെക്സ്റ്റ്, അഡ്മിനിസ്ട്രേഷൻ ഇസ് യൂസ്ഡ് ഇൻ ഗവൺമെന്റ് ഓർഗനൈസേഷൻ വേറാസ് മാനേജ്മെന്റ് ഇസ് യൂസ്ഡ് ഇൻ ബിസിനസ് ഓർഗനൈസേഷൻ. ഈ ബിസിനസ് പരമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഓർഗനൈസേഷൻസിലാണ് മാനേജ്മെന്റിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് ഉള്ളത്. വേറസ് അഡ്മിനിസ്ട്രേഷന് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ഗവൺമെന്റ് സെക്ടേഴ്സിൽ ആൻഡ് ഓർഗനൈസേഷൻസിലാണ് കേട്ടോ.
ഇനി എന്തൊക്കെയാണ് ഇവ തമ്മിലുള്ള ഒരു ഡിസിമിലാരിറ്റി എന്നുള്ളത് നോക്കാം. ഇവിടെയും ഓരോ എക്സ്പേർട്സിനും അവരുടേതായിട്ടുള്ള കൺസെപ്റ്റ്സ് ഉണ്ട്. സോ ഫസ്റ്റ്, അഡ്മിനിസ്ട്രേഷൻ ഇസ് എബവ് മാനേജ്മെന്റ്. ഏതൊക്കെ എക്സ്പേർട്സ് ആണ് മാനേജ്മെന്റിനേക്കാളും ഒരു പടി മുന്നിൽ അഡ്മിനിസ്ട്രേഷൻ ആണ് നിൽക്കുന്നത് എന്നുള്ളത് പറയുന്നത്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു കൺസെപ്റ്റുമായിട്ട് മുന്നോട്ട് വന്നത് ഒലിവർ ഷെൽഡൺ, തിയോ ഹൈമൻ, MC ഫെർലാൻഡ്, ഇവർ മൂന്നുപേരുമാണ് കേട്ടോ. ഇത് പറഞ്ഞത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് മാനേജ്മെന്റിനേക്കാൾ എബവ് ഉള്ള ഒരു കൺസെപ്റ്റ് ആണെന്നുള്ളത്. അഡ്മിനിസ്ട്രേഷൻ ആസ് എ ഹയർ ലെവൽ ഫംഗ്ഷൻ ഓഫ് ഫ്രെയിമിംഗ് പോളിസീസ്, പ്ലാൻസ്, ഒബ്ജക്റ്റീവ്സ്. ഈ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് മാനേജ്മെന്റിനേക്കാളും ഒരു പടി മുന്നിൽ ഹയർ ആയിട്ട് നിൽക്കുന്ന ഫംഗ്ഷൻ ആണ്. അവർ പ്രധാനപ്പെട്ടും ഫ്രെയിം ചെയ്യുന്ന എന്തൊക്കെയാണ്? പോളിസീസ് ഫ്രെയിം ചെയ്യും, കൊണ്ടുവരും, പ്ലാൻസ് ഇംപ്ലിമെന്റ് ചെയ്യും, ഒരുപാട് ഒബ്ജക്റ്റീവ്സ് അതായത് ടാർഗറ്റ്സിനെയും കൂടെ ബിൽഡ് ചെയ്യുന്നതാണ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് ഈ എക്സ്പെർട്സ് പറയുന്നത്. ആൻഡ് മാനേജ്മെന്റ് ഇസ് എ ലോവർ ലെവൽ ഫംഗ്ഷൻ ദാറ്റ് ഡീൽസ് വിത്ത് ഇംപ്ലിമെന്റേഷൻ ഓഫ് പോളിസീസ്. മാനേജ്മെന്റ് ആണ് താഴെ തട്ടിൽ നിൽക്കുന്ന ഓർഗനൈസേഷൻ. ആൻഡ് മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവന്ന പോളിസീസിനെ അവരുടെ സ്ഥാപനത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് മാനേജ്മെന്റിന്റെ യഥാർത്ഥമായിട്ടുള്ള ഫംഗ്ഷനിങ് എന്നാണ് ഒലിവർ ഷെൽഡൺ, തിയോ ഹൈമൻ ആൻഡ് MC ഫെർലാൻഡിന്റെ അഭിപ്രായ പ്രകാരം. ഓക്കെ, അത് അവരുടെ കൺസെപ്റ്റ് ആണ്. നെക്സ്റ്റ്, മാനേജ്മെന്റ് ഇസ് എബവ് അഡ്മിനിസ്ട്രേഷൻ. ആരൊക്കെയാണ് ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞെന്നുള്ളത് നോക്കാം. According to Breach, Kimball and Richmond, management is a social process which deals with effective economic planning and economic planning. അതായത് അഡ്മിനിസ്ട്രേഷനേക്കാളും കുറച്ചുകൂടെ സോഷ്യലി ആക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ കാര്യങ്ങളിലെല്ലാം ഡീൽ ചെയ്യുന്നത് മാനേജ്മെന്റ് ആണ്. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് വളരെ എഫക്റ്റീവ് ആയിട്ട് ഒരു എക്കോണമിക് പ്ലാനിങ് നടത്തുന്നത് മാനേജ്മെന്റ് എന്നാണ് ഈ ഒരു എക്സ്പേർട്സിന്റെ ധാരണ പ്രകാരം. ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഇസ് എ പാർട്ട് ഓഫ് മാനേജ്മെന്റ് വിച്ച് ഡീൽസ് വിത്ത് ഇൻസ്റ്റാളിംഗ് ആൻഡ് ക്യാരിയിങ് ഔട്ട് ദ പ്രൊസീജിയേഴ്സ്, കമ്മ്യൂണിക്കേറ്റിംഗ് ആൻഡ് പ്രോഗ്രസ് ഓഫ് ആക്ടിവിറ്റീസ് ആസ് റെഗുലേറ്റഡ്. അപ്പൊ മാനേജ്മെന്റ് ഒരു സോഷ്യൽ പ്രോസസ് ആണെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അവരുടെ സൈഡിൽ നിന്ന് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണോ വേണ്ടത് എന്നുള്ളത് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നതും അത് ക്യാരി ചെയ്യുന്നതും അഡ്മിനിസ്ട്രേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതും ആക്ടിവിറ്റീസിന്റെ പ്രോഗ്രസ് എല്ലാം റെഗുലേറ്റ് ചെയ്യുന്നതും അത് കൺട്രോൾ ചെയ്യുന്നതും ഇതെല്ലാം അഡ്മിനിസ്ട്രേഷൻ ആണ്. മാനേജ്മെന്റ് ഒരു സോഷ്യൽ പ്രോസസ്സും അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നത് ഇത്തരം ക്യാരിയിങ് ആൻഡ് ഇൻസ്റ്റാളിംഗ് ഓഫ് പ്രൊസീജിയേഴ്സ് ആണെന്നാണ് ബ്രീച്ച്, കിംബൽ ആൻഡ് റിച്ച്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്പേർട്സ് പറയുന്നത് കേട്ടോ. അതാണ് ആ ഒരു കൺസെപ്റ്റുമായിട്ട് എനിക്ക് പറയാനുള്ളത്. സിമിലാരിറ്റീസ് ഉണ്ടായിരിക്കാം, ഡിസിമിലാരിറ്റീസ് ഉണ്ടായിരിക്കാം. ചില എക്സ്പേർട്സ് ഇത് രണ്ടും സെയിം ആണ് ഫംഗ്ഷൻ എന്നും പറയുന്നവരുണ്ട്. അപ്പൊ ആ ഒരു പേര് പ്രധാനമായിട്ടും ഒന്ന് ഓർമ്മയിൽ വെച്ചോളാം. നെക്സ്റ്റ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് കമ്പാരിസൺ ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഇത് നമ്മൾ കുറച്ചും കൂടെ വളരെ സിമ്പിൾ ആയിട്ട് ഈ രണ്ട് കൺസെപ്റ്റ്സിനെയും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും ഈ രണ്ട് കൺസെപ്റ്റ്സിനെ കുറിച്ചിട്ടും. സോ ഫസ്റ്റ്, എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് എന്താന്നുള്ള ഡിസ്കസ് ചെയ്യാം. റൈറ്റ്, നമുക്ക് അതിനെ കമ്പയർ ചെയ്യാം വിത്ത് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, സോ ദ ഫസ്റ്റ് പോയിന്റ്, മാനേജ്മെന്റ് ഇസ് മോഡേൺ ആൻഡ് ഇൻവോൾവ്സ് ടീം വർക്ക്. കുറച്ചുകൂടെ മോഡേൺ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് കേട്ടോ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് അതിൽ പ്രധാനപ്പെട്ടും ടീം വർക്ക് ആണ്. അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും അവിടെ എല്ലാവരും കൂടിയുള്ള ഒരു ടീം വർക്ക് ആണ് നമുക്ക് മാനേജ്മെന്റിൽ കാണാൻ കഴിയുന്നത്. whereas in administration it is a traditional and more controlling. കുറച്ചുകൂടെ പഴകിയ ഒരു രീതിയാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. കൂടുതലായിട്ട് കൺട്രോളിങ്ങും എല്ലാം വരുന്നത് ഈ ഒരു അഡ്മിനിസ്ട്രേഷനിലാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് മാനേജ്മെന്റ് കുറച്ചുകൂടെ ഫ്രീ ആയിരിക്കും, അഡ്മിനിസ്ട്രേഷൻ കുറച്ച് കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആയിരിക്കും. നെക്സ്റ്റ്, മാനേജ്മെന്റ് ഈസ് ഫ്ലെക്സിബിൾ ആൻഡ് ഫോക്കസസ് ഓൺ പീപ്പിൾ. മാനേജ്മെന്റ് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ് അല്ലെ. ആളുകളിൽ അത് ഒരുപാട് ഫോക്കസ് ചെയ്യുന്നതും നമ്മുടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് ചാൻസ് കൊടുക്കുകയും അവരുടെ ഐഡിയാസും സജഷൻസ് എല്ലാം പറയാനുള്ള ഒരു വേദി ഒരുക്കുന്നതും മാനേജ്മെന്റിലാണ്. അഡ്മിനിസ്ട്രേഷൻ ഫോളോസ് സ്ട്രിക്ട് റൂൾസ് ആൻഡ് പ്ലാൻസ്. അഡ്മിനിസ്ട്രേഷന് അവരുടേതായിട്ടുള്ള പോളിസീസ് ഉണ്ടായിരിക്കും, പ്ലാൻ ഉണ്ടായിരിക്കും, സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ഉണ്ടായിരിക്കും. അവരത് മാത്രമേ ഫോളോ ചെയ്യുള്ളൂ. ഒരു തരത്തിലും അഡ്മിനിസ്ട്രേഷൻ ഫ്ലെക്സിബിൾ അല്ല, പക്ഷെ മാനേജ്മെന്റ് ഫ്ലെക്സിബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഡിഫറൻസിയേഷൻ, മാനേജ്മെന്റ് ഇസ് ബേസ്ഡ് ഓൺ നോളേജ് ആൻഡ് എക്സ്പെർട്ടൈസ്. അതായത്
മോഡേൺ ആണ് നമ്മൾ പറഞ്ഞു അല്ലെ. അതുകൊണ്ട് തന്നെ നോളേജ് ബേസ്ഡ് ആയിട്ടാണ് മാനേജ്മെന്റ് വർക്ക് ചെയ്യുന്നത്. പുതിയ കാലഘട്ടത്തിനനുസരിച്ചിട്ട് ടെക്നോളജി എന്തൊക്കെയാണോ ഇംപ്രവൈസ് ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ടെല്ലാം കുറച്ചും കൂടെ എക്സ്പേർട്ടൈസ് ആയിട്ടുള്ള ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ബേസ് ആണ് മാനേജ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. വെറസ് അഡ്മിനിസ്ട്രേഷൻ ഫോളോസ് ഫിക്സഡ് റൂട്ടീൻസ് ആൻഡ് റൂൾസ്. അഡ്മിനിസ്ട്രേഷന് എന്നും അവരുടേതായിട്ടുള്ള ഒരു ഫിക്സഡ് റൂട്ടീൻ ഉണ്ടായിരിക്കും. ഒരിക്കലും അത് ഫ്ലെക്സിബിൾ അല്ല. അവർ റൂൾസ് പ്രകാരം മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ. ബോത്ത് കെയർ അബൌട്ട് റിസൾട്ട്സ് ബട്ട് മാനേജ്മെന്റ് ഫോക്കസ് മോർ ഓൺ റെസ്പോൺസിബിലിറ്റി. അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും മാനേജ്മെന്റ് ആണെങ്കിലും എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ മാനേജ്മെന്റ് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്നത് റെസ്പോൺസിബിലിറ്റിയിലാണ് അല്ലെ. അത് സ്റ്റാഫ്സിന്റെ സൈഡിൽ നിന്നാണെങ്കിലും നോൺ ടീച്ചിങ് ആയാലും സ്റ്റുഡൻസിന്റെ സൈഡിൽ നിന്നാണെങ്കിലും റെസ്പോൺസിബിൾ ആവുക എന്നുള്ളതാണ് മാനേജ്മെന്റ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന കാര്യം. വെറസ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെക്ട്സ് റിസൾട്ട്സ് മെയിൻലി ഫ്രം സ്റ്റാഫ്. അഡ്മിനിസ്ട്രേഷൻ പ്രധാനമായും ശ്രദ്ധിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് സ്റ്റാഫ്സിന്റെ സൈഡാണ്. അതിന് മാത്രമാണ് ആ ഒരു സ്റ്റാഫ്സിൽ നിന്നും എന്താ പറയാ വളരെ നല്ലൊരു എക്സ്പെക്ടേഷൻ ആണ് എപ്പോഴും അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാവുന്നത്. ബാക്കി മാനേജ്മെന്റ് ആണെങ്കിൽ റെസ്പോൺസിബിലിറ്റിയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫിഫ്ത്ത് കമ്പാരിസൺ, മാനേജ്മെന്റ് ഇൻവോൾവ്സ് എവ്രി വൺ ഇൻ ഡിസിഷൻ മേക്കിംഗ്. എല്ലാവരെയും ഒരു ഡിസിഷൻ മേക്കിംഗിൽ മാനേജ്മെന്റ് ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, എല്ലാവരുമായിട്ട് തീരുമാനിച്ചിട്ട് ഒരു അന്തിമമായിട്ട് ഒരു തീരുമാനം മാനേജ്മെന്റ് എടുക്കുകയുള്ളൂ. ഡിസ്കഷന് വളരെയധികം ഇമ്പോർട്ടൻസ് മാനേജ്മെന്റ് കൊടുക്കും. വെറസ് അഡ്മിനിസ്ട്രേഷൻ ഡസ് നോട്ട് എൻകറേജ് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഇസ് മോർ ഒഫീഷ്യൽ. അഡ്മിനിസ്ട്രേഷൻ വേറെ ആരെയും പാർട്ടിസിപ്പേഷനിലൊന്നും അങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാറില്ല. അവരുടെ ഒരു ബോർഡ് മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. അവർ മാത്രമാണ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നതും ഇംപ്ലിമെന്റ് ചെയ്യുന്നതും. കുറച്ചുകൂടെ ഒഫീഷ്യൽ ആയിരിക്കും അവരുടെ കാര്യങ്ങൾ. ബാക്കിയുള്ളവർ അതിനെ അനുസരിക്കുക എന്നുള്ള ഒരു മെത്തേഡാണ്. Last differentiation, management creates policies and plans, administration put those plans into action. മാനേജ്മെന്റ് ആണ് അല്ലെ പ്രധാനമായിട്ടുള്ള എന്തൊക്കെയാണ് നമ്മുടെ ടാർഗറ്റ്, ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ എന്തൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യണം, പോളിസീസ് എന്തെല്ലാം ഉണ്ട്, ഇതെല്ലാം മാനേജ്മെന്റ് ക്രിയേറ്റ് ചെയ്യും. അഡ്മിനിസ്ട്രേഷന്റെ സൈഡിൽ നിന്ന് അത് ആക്ഷനിലോട്ട് കൊണ്ടുവരാൻ, അത് നടത്തി കൊണ്ടുവരാൻ എന്തൊക്കെ പ്ലാനിങ് വേണം അല്ലെങ്കിൽ എന്തൊക്കെ ആക്ഷൻസ് വേണം അതെല്ലാമാണ് അഡ്മിനിസ്ട്രേഷന്റെ സൈഡിൽ നിന്നും ഉണ്ടാവുക. സോ ഐ തിങ്ക് നിങ്ങൾക്ക് ഒരു ക്ലിയർ കട്ട് ഐഡിയ കിട്ടി വാട്ട് ഇസ് കമ്പാരിസൺ ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. എല്ലാ തലത്തിലും മാനേജ്മെന്റ് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്, ഫ്രണ്ട്ലി ആണ്, കുറച്ചുകൂടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കും. അഡ്മിനിസ്ട്രേഷൻ ആകുമ്പോൾ അത് ട്രഡീഷണൽ വേ ഫോളോ ചെയ്യുന്നതാണ്. സ്ട്രിക്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസും അവർക്ക് അവരുടേതായിട്ടുള്ള ഫിക്സഡ് റൂട്ടീൻസും ഉണ്ടായിരിക്കും. അത് ബേസ് ചെയ്തിട്ടാണ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഐ തിങ്ക് ദാറ്റ് കൺസെപ്റ്റ് ഇസ് ക്ലിയർ ഫോർ യു. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അതൊന്ന് നോക്കി വെക്കണം എപ്പോഴും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തിയറീസ് ഓഫ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ അല്ലേ? ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, നെക്സ്റ്റ് ഇനി നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു പാഠത്തിലോട്ട് പോവാണ്. നമുക്ക് ഈ ഒരു എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് തിയറീസ് ഉണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഇവിടെ 5 തിയറീസ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസിക്കൽ ഓർഗനൈസേഷൻ തിയറി, ക്രിട്ടിക്കൽ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ തിയറി, ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച്, ബിഹേവിയറൽ സയൻസ് അപ്രോച്ച്, പോസ്റ്റ് ബിഹേവിയറൽ സയൻസ് അപ്രോച്ച്. ഈ 5 തിയറീസ് ആണ് നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ തന്നെ ക്ലാസിക്കൽ ഓർഗനൈസേഷൻ തിയറീനെ വീണ്ടും 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: സയന്റിഫിക് മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ്. ഈ ഓരോ കൺസെപ്റ്റും എന്താണ് എന്നുള്ളത് നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാണ്. സോ വിൽ സ്റ്റാർട്ട് വിത്ത് സയന്റിഫിക് മാനേജ്മെന്റ് തിയറി. ഓക്കെ, ഈ ഒരു തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഫ്രെഡറിക് വിൻസ്ലോ ടെയ്ലർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പേർട്ട് ആണ് കേട്ടോ ഈ ഒരു തിയറി ആദ്യമായിട്ട് കൊണ്ടുവന്നത്. ദിസ് തിയറി ഈസ് ഫോക്കസിങ് ഓൺ മാനേജ്മെന്റ് ഓഫ് വർക്ക് ആൻഡ് വർക്കേഴ്സ്. ഈ ഒരു തിയറി പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് വർക്കിനെയാണ്, അല്ലെങ്കിൽ വർക്ക് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, നമ്മുടെ ജോലി എങ്ങനെ മാനേജ് ചെയ്യാം, ജോലി ചെയ്യുന്ന ആളുകളെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള ഈ 2 കാര്യങ്ങളാണ് ഈ ഒരു തിയറിയിലും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇഫ് ദ ടാസ്ക് ഈസ് സയന്റിഫിക്കലി മാനേജ്ഡ്, ഇറ്റ് വിൽ ഇൻക്രീസ് ദ പ്രൊഡക്ടിവിറ്റി ബൈ ഇൻക്രീസിംഗ് എഫിഷ്യൻസി ആൻഡ് വേജസ് ഓഫ് വർക്കേഴ്സ്. നമ്മുടെ ടാസ്ക് നമ്മൾ വളരെ സയന്റിഫിക് ആയിട്ട്, അതായത് ഒരു പ്രോപ്പർ ഹൈറാർക്കിക്കൽ ഓർഡറിൽ നമ്മുടെ ടാസ്കിനെ മാനേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ,
ഒരു പ്രോപ്പർ സ്റ്റെപ്സ് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ആ ടാസ്ക് ഇംപ്ലിമെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എല്ലാ തരത്തിലും പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുകയുള്ളൂ, അല്ലെ, എഫിഷ്യൻസി കൂടുകയേ ചെയ്യുള്ളൂ. കാരണം നമുക്കൊരു വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട് ഈ ടാസ്ക് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളത്. അത് എല്ലാ തരത്തിലും നമ്മുടെ റിസൾട്ടിനെ ഇംപ്രൂവ് ചെയ്യുകയും എഫിഷ്യന്റ് ആക്കുകയും ചെയ്യുകയുള്ളൂ. ഇറ്റ് സെലക്ട്സ് എംപ്ലോയീസ് ബൈ യൂസിങ് സയന്റിഫിക് സെലക്ഷൻ പ്രൊസീജിയർ. ഈ ഒരു തിയറി പ്രകാരം എംപ്ലോയി സെലക്ഷൻസിലും അവരൊരു പ്രത്യേക തരം ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ വെച്ചിട്ടാണ് എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്നത്. ഇറ്റ് ട്രൈസ് ടു പ്രൊഡ്യൂസ് മാക്സിമം ഔട്ട്പുട്ട് ബൈ ഫിക്സിംഗ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ് ഫോർ ഈച്ച് ജോബ്. മാക്സിമം ഒരു വർക്കിൽ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇവര് ഓരോ ജോബിനും ഒരു ഫിക്സഡ് സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് ഉണ്ടായിരിക്കും. ഈ ഒരു ടീച്ചിങ് ജോലിയാണെങ്കിൽ അതിന് ഇന്ന ഒരു സ്റ്റാൻഡിങ് പെർഫോമൻസ്, അത് വേറെ ഡോക്ടർ ജോലി വേറെ എന്തെങ്കിലും ആണെങ്കിൽ അതിന് വേറെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ്. അപ്പൊ ഓരോ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള ഒരു പെർഫോമൻസ് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് അങ്ങനെ ഫിക്സ് ചെയ്യുമ്പോൾ എന്താന്ന് വെച്ചാൽ നമ്മളെല്ലാവരും മാക്സിമം ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ക്വാളിറ്റി കൊണ്ടുവരാനേ നോക്കുള്ളൂ, അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കാൻ സാധിക്കും. ഇറ്റ് ബിലീവ്സ് ഇൻ ഹാവിംഗ് ക്ലോസ് റിലേഷൻഷിപ്പ് വിത്ത് മാനേജ്മെന്റ് ആൻഡ് എംപ്ലോയീസ്. ഈ ഒരു തിയറി പ്രകാരം ഈ ഒരു തിയറി ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാനേജ്മെന്റും എംപ്ലോയീസും തമ്മിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇത്രയാണ് ഈ ഒരു സയന്റിഫിക് മാനേജ്മെന്റ് തിയറിയിൽ പറയാനുള്ളത്. ഇനി ദിസ് തിയറി ഈസ് ബേസ്ഡ് ഓൺ സർട്ടൻ പ്രിൻസിപ്പിൾസ്. ഈ ഒരു തിയറിയിൽ കുറച്ച് പ്രിൻസിപ്പിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ 4 പ്രിൻസിപ്പിൾസും ടൈലർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പേർട്ട് ആണ് കൊണ്ടുവന്നത് ഇൻ 1911. ഓക്കെ, സോ 4 പ്രിൻസിപ്പിൾസ് ബേസ്ഡ് ഓൺ ദ സയന്റിഫിക് തിയറി ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ സയന്റിഫിക് ജോബ് അനാലിസിസ്, സെക്കൻഡ് വൺ സെലക്ഷൻ ഓഫ് പേഴ്സണൽ, തേർഡ് വൺ മാനേജ്മെന്റ് കോർപ്പറേഷൻ, ഫോർത്ത് വൺ ഫങ്ഷണൽ സൂപ്പർവൈസിംഗ്. ഇനി എന്താണ് ഈ സയന്റിഫിക് ജോബ് അനാലിസിസ് നമുക്ക് നോക്കാം കേട്ടോ. Study each job carefully using observation and data. Use facts and measurement instead of guesswork. അതായത് ഓരോ ജോലിനെയും നമ്മൾ വളരെ വ്യക്തമായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒബ്സർവ് ചെയ്തിട്ടും അതുപോലെ ഡാറ്റാസിലൂടെയും ഈ ജോബ്സിനെ നമ്മൾ നന്നായിട്ട് പഠിക്കാം. ഓക്കെ, യൂസ് ഫാക്ട്സ് ആൻഡ് മെഷർമെന്റ് ഇൻസ്റ്റെഡ് ഓഫ് ഗസ് വർക്ക്. നമ്മൾ ജസ്റ്റ് എന്താ പറയാ ഗസ്സിങ് ചെയ്യാതെ പല കാര്യങ്ങളും ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും എന്ന് ഗസ് വർക്ക് ചെയ്യാതെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫാക്ട്സും അക്യൂറേറ്റ് ആയിട്ടുള്ള എങ്ങനെയെങ്കിലും മെഷർമെന്റ് മെത്തേഡ്സും എല്ലാം യൂസ് ചെയ്യുക. അതാണ് സയന്റിഫിക് ജോബ് അനാലിസിസ്. കുറച്ചുകൂടെ ഒരു ഡീറ്റെയിലിംഗ് ആയിട്ട് നമ്മൾ കാര്യങ്ങളെല്ലാം കാണുക. നെക്സ്റ്റ്, സെലക്ഷൻ ഓഫ് പേഴ്സണൽ. ചൂസ് ആൻഡ് ട്രെയിൻ വർക്കേഴ്സ് സയന്റിഫിക്കലി നോട്ട് റാൻഡംലി. നമ്മള് എന്താ പറയാ ഒരു വ്യക്തിനെ നമ്മൾ ഹയർ ചെയ്യുമ്പോൾ ജസ്റ്റ് റാൻഡംലി കുറച്ച് പേരെ നമ്മൾ ഹയർ ചെയ്യാതെ ഒരു സയന്റിഫിക് വേയില് നമ്മൾ വർക്കേഴ്സിനെ ട്രെയിൻ ചെയ്യുകയും ചൂസ് ചെയ്യുകയും ചെയ്യുക. ഏർലിയർ വർക്കേഴ്സ് പിക്ഡ് ജോബ് ആൻഡ് ട്രെയിൻ ദംസെൽഫ്. പണ്ട് കാലങ്ങളില് എന്താ പറയാ നമുക്ക് വേണ്ട ഒരു ജോലി തിരഞ്ഞെടുക്കുന്നു, പിന്നീട് ആ ജോലിയിൽ നമ്മൾ പലതരത്തിലുള്ള ട്രെയിനിങ്സ് നമ്മൾ സ്വയം നേടിയെടുക്കുന്നു എന്നുള്ളതായിരുന്നു. അതിന് പകരമായിട്ട് ഇപ്പോ വർക്കേഴ്സിനെ എല്ലാ തരത്തിലും ട്രെയിൻ ചെയ്ത് എഫിഷ്യന്റ് ആയിട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല കുറച്ച് ആളുകളെ ആയിരിക്കും നമുക്ക് ഹയർ ചെയ്യാൻ കഴിയുക. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ മാനേജ്മെന്റ് കോർപ്പറേഷൻ. മാനേജേഴ്സ് ഷുഡ് വർക്ക് ടുഗെദർ വിത്ത് വർക്കേഴ്സ്. ദിസ് ഹെൽപ്സ് മേക്ക് ഷുവർ വർക്ക് ഫോളോ സയന്റിഫിക് മെത്തേഡ്സ്. അതായത് ഈ മാനേജേഴ്സ് ബാക്കിയുള്ളവരുടെ കോവർക്കേഴ്സിന്റെ കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുക, അല്ലെ. ഒരു സുപ്പീരിയർ ഇൻഫീരിയർ ആ ഒരു കോംപ്ലക്സ് തോട്ട് ഇല്ലാതെ മാനേജേഴ്സ് നമ്മൾ വർക്കേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അത് ആ ഒരു കോപ്പറേഷനും കമ്മ്യൂണിക്കേഷനും എല്ലാം കുറച്ചുകൂടെ സിംപ്ലർ ആയിരിക്കും, കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ്, ഫോർത്ത് പ്രിൻസിപ്പിൾ ഫങ്ഷണൽ സൂപ്പർവൈസിംഗ്. Managers plan and make decisions. Workers focuses on doing their task. ഈ ഒരു ഫങ്ഷണൽ സൂപ്പർവൈസിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാനേജേഴ്സ് എന്ത് ചെയ്യുക, പ്ലാനുകൾ കൊണ്ടുവരിക, അതിന് വേണ്ടിയിട്ടുള്ള ഡിസിഷൻസ് എല്ലാം മാനേജേഴ്സ് എടുക്കുക. അപ്പൊ വർക്കേഴ്സിന് എന്തായി, അവർക്ക് ആ ഒരു ടാസ്കിൽ ഫോക്കസ് ചെയ്താൽ മാത്രം മതി, അല്ലെ. പക്ഷെ പണ്ട് അങ്ങനെ ആയിരുന്നില്ല കേട്ടോ. ഇൻ ദ പാസ്റ്റ് വർക്കേഴ്സ് ഹാഡ് ടു ഡു എവറിത്തിങ് ഓൺ ദെയർ ഓൺ. പണ്ട് കാലങ്ങളിൽ ഈ വർക്കേഴ്സ് തന്നെ പ്ലാനും കൊണ്ടുവരണം, അതിന് വേണ്ട ഡിസിഷൻസും എടുക്കണം. അപ്പൊ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ മാനേജേഴ്സ് പ്ലാൻ കൊണ്ടുവരും ആൻഡ് അവരുടെ ഡിസിഷൻസ് എടുക്കും. നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, വർക്കേഴ്സിനെ അവരുടെ ടാസ്ക് മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയാൽ മതി.
ഓക്കെ, അപ്പൊ ഇത്രയും ഈ ഒരു ബേസിക് ആയിട്ടുള്ള 4 പ്രിൻസിപ്പിൾസും കൂടെ ഈ സയന്റിഫിക് തിയറിയിൽ വരുന്നതാണ്. ഈ പ്രിൻസിപ്പിൾസ് എല്ലാം കൂടി ചേർത്തിട്ടാണ് ഈ ഒരു സയന്റിഫിക് തിയറി ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. സോ ഐ ഹോപ്പ് ഫസ്റ്റത്തെ തിയറി ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. കുറച്ചുകൂടെ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാനുണ്ട്. ബിസൈഡ്സ് ദിസ്, Taylor has also given 2 more principles on scientific management. Additionally, ഈ ഒരു 2 കാര്യം കൂടെ അതിൽ ടൈലർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ പെർഫോമൻസ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് വൺ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. ഈ പെർഫോമൻസ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ടൈലർ ഫിക്സ്ഡ് സ്റ്റാൻഡേർഡ്സ് ഫോർ ഹൗ മച്ച് ടൈം, മണി ആൻഡ് എഫേർട്ട് എ ടാസ്ക് ഷുഡ് ടേക്ക്. അതായത് ടൈലർ എന്ത് ചെയ്തു എന്നറിയോ, നമുക്കിപ്പോ ഒരു ടാസ്ക് നമ്മുടെ മുന്നിലുണ്ട്. ഈ ടാസ്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ എത്ര സമയം വേണം, എത്ര പൈസ ചെലവഴിക്കണം, അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് ഈ ഒരു ടാസ്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ എഫേർട്ട് ഇടണം, ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്തു ടൈലർ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തു. അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഓൾറെഡി ഒരു ധാരണയിൽ ആദ്യം തന്നെ ഫിക്സ്ഡ് ആക്കി വെച്ചു. ദിസ് ഹെൽപ്ഡ് മെഷർ ഹൗ വെൽ വർക്കേഴ്സ് വർ ഡൂയിങ്. അപ്പൊ ഓൾറെഡി നമുക്ക് ഇങ്ങനെ ഒരു ധാരണ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈ വർക്കേഴ്സ് ഈ ഒരു എന്താ പറയാ ടാസ്ക് എത്രത്തോളം നന്നായിട്ട് ചെയ്യുന്നുണ്ട്, എത്ര സമയത്തിനുള്ളിൽ ചെയ്യുന്നുണ്ട്, എത്ര എഫേർട്ട് ഇടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളിലെല്ലാം നമുക്ക് കുറച്ചും കൂടെ മെഷർ ചെയ്യാൻ എളുപ്പമല്ലേ. ഇതാണ് പെർഫോമൻസ് സ്റ്റാൻഡേർഡ്. നെക്സ്റ്റ് വൺ, ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം. വർക്കേഴ്സ് വർ പെയ്ഡ് based on how much they produced. എത്രത്തോളം പണിയെടുക്കുന്നു അതിനനുസരിച്ചിട്ടുള്ള ഒരു പേയ്മെന്റ് ആയിരിക്കും വർക്കേഴ്സിന് കിട്ടുക. നമ്മൾ ലെസ് വർക്ക് ആണ് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന പേയ്മെന്റ് വളരെ കുറവായിരിക്കും. ഇഫ് യു ആർ ഡൂയിങ് മോർ ഓർ സ്റ്റാൻഡേർഡ് വർക്ക് നമുക്ക് ഒരു ഹൈ പേയ്മെന്റ് ലഭിക്കും. ദിസ് സിസ്റ്റം എൻകറേജ്ഡ് വർക്കേഴ്സ് ടു ഡു ബെറ്റർ. അപ്പൊ ഇങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവന്നാലുള്ള ഒരു ഉപകാരം എന്താന്ന് വെച്ചാൽ എപ്പോഴും എല്ലാവരും ഒരു സ്റ്റാൻഡേർഡ് വർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും അല്ലെ. കൂടുതൽ പൈസ കിട്ടുക എന്നുള്ളതല്ലേ എല്ലാവരുടെയും ആഗ്രഹം. അപ്പൊ എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്യും, എല്ലാ വർക്കേഴ്സിനും ഇതൊരു എൻകറേജ്മെന്റ് ആവും. അപ്പൊ ഇതെല്ലാം വളരെ നല്ല കുറച്ച് പ്രിൻസിപ്പിൾസ് ആണ്. ടൈലർ ആണ് ഈ കാര്യങ്ങളെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് തിയറിയിൽ എനിക്ക് പറയാനുള്ള. നെക്സ്റ്റ് തിയറി ആണ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് തിയറി. ഓക്കെ, വിൽ ഡിസ്കസ് വാട്ട് ഇസ് ദിസ് തിയറി ഇൻ ഡീറ്റെയിൽ. ഇതില് സയന്റിഫിക് മാനേജ്മെന്റ് ലുക്സ് ഹൗ ഇൻഡിവിജ്വൽ വർക്കേഴ്സ് ഡു ദെയർ ജോബ്സ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് സയന്റിഫിക് മാനേജ്മെന്റ്. പക്ഷെ ആ ഒരു കൺസെപ്റ്റ് പ്രകാരം ഓരോ ഇൻഡിവിജ്വലും എങ്ങനെ അവരുടെ ജോലി ചെയ്യുന്നു എന്നുള്ളതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് അല്ലെ. പക്ഷെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റിൽ വരുമ്പോ ഇറ്റ് ലുക്സ് അറ്റ് ഹൗ ദ ഹോൾ ഓർഗനൈസേഷൻ ഇസ് റൺ. ഓരോ ഇൻഡിവിജ്വൽ വർക്കറിനെ അല്ല ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഈ ഇൻഡിവിജ്വൽ വർക്കേഴ്സ് എല്ലാം കൂടി യോജിച്ച് ഒരു ഹോൾ ഓർഗനൈസേഷൻ, ഒരു ഹോൾ സിസ്റ്റം എങ്ങനെ റൺ ചെയ്യുന്നു എന്നുള്ളതാണ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റിൽ വരുന്നത്. This theory focuses on structure and how things are managed in an organization. ഈ ഒരു തിയറി പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ ഒരു കാര്യത്തെ മാനേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷനിലെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ സ്ട്രക്ചറൈസ്ഡ് ആണോ ആ കാര്യങ്ങൾ, ഒരു വ്യക്തമായ ധാരണ പല ടാസ്കുകളിലും ഉണ്ടോ, അത് വളരെ വ്യക്തമായിട്ട് മാനേജ് ചെയ്യുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളാണ് അഡ്മിനിസ്ട്രേറ്റീവ് തിയറിയിൽ ഫോക്കസ് ചെയ്യുന്നത്. ഇനി ഇതിൽ ഈ ഒരു തിയറി പ്രകാരം പ്രധാനമായിട്ടും കുറച്ച് കോൺട്രിബ്യൂട്ടേഴ്സ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അവരുടെ പേരാണ് കൊടുത്തിട്ടുള്ളത് ഹെൻറി ഫയോൾ, ലൂതർ ഗുലിക് ആൻഡ് മാക്സ് വെബർ. ഇവർ 3 പേരും പ്രധാനമായിട്ടും ഈ ഒരു തിയറിയിൽ കുറച്ച് കോൺട്രിബ്യൂഷൻസ് കൊടുത്ത ആളുകളാണ്. അതിൽ ഹെൻറി ഫയോൾ സെറ്റ് മാനേജേഴ്സ് ഡു 5 മെയിൻ തിങ്സ്. ഫയോൾ പറഞ്ഞത് മാനേജേഴ്സ് പ്രധാനമായിട്ടും ചെയ്യുന്ന 5 കാര്യങ്ങൾ എന്ന് പറയുന്നത് പ്ലാനിങ്, ഓർഗനൈസിങ്, കമാൻഡിങ്, കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിങ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് പ്ലാനിങ് നമുക്കറിയാം അല്ലെ. നമുക്ക് എന്ത് ചെയ്യണം, ഡിസൈഡിങ് വാട്ട് ടു ഡു, എന്തൊക്കെയാണ് നമ്മുടെ ടാസ്ക്, ആ കാര്യങ്ങളാണ് പ്ലാനിങ്ങിൽ വരുന്നത്. ഓർഗനൈസിങ്, അറേഞ്ചിങ് പീപ്പിൾ ആൻഡ് റിസോഴ്സസ്. നമ്മുടെ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെയും, അത് ഹ്യൂമൻ റിസോഴ്സസിനെയും മെറ്റീരിയൽ റിസോഴ്സസിനെയും അറേഞ്ച് ചെയ്യുന്നതാണ് ഓർഗനൈസിംഗിൽ വരുന്നത്. നെക്സ്റ്റ് കമാൻഡിങ്. കമാൻഡിങ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ടാസ്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെ, വ്യക്തമായിട്ടുള്ള
ഓർഡർ നമ്മൾ കൊടുക്കുക, പ്രോപ്പർ ആയിട്ട് ഓർഡേഴ്സ് നമ്മൾ കൊടുക്കുന്നതിനെയാണ് കമാൻഡിംഗിൽ വരുന്നത്. നെക്സ്റ്റ് കോർഡിനേറ്റിംഗ്, മേക്കിംഗ് ഷുവർ എവറിത്തിങ് വർക്ക്സ് ടുഗെദർ. എല്ലാ കാര്യങ്ങളും അല്ലെ, നമ്മുടെ ഹ്യൂമൻ റിസോഴ്സും മെറ്റീരിയൽ റിസോഴ്സും എല്ലാം കൂടി ചേരുമ്പോൾ എല്ലാം കൊണ്ടും ദ ഹോൾ തിങ് ഈസ് വർക്കിംഗ് പ്രോപ്പർലി എന്ന് എന്താ പറയാ ക്ലിയർ ആക്കുന്നതിന് അല്ലെങ്കിൽ അതിനെ മേക്ക് ഷുവർ ചെയ്യുന്നതിനെയാണ് കോർഡിനേറ്റിംഗ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വരുന്നതാണ് കൺട്രോളിങ്, ചെക്കിംഗ് ഇഫ് ദ വർക്ക് ഇസ് ഡൺ പ്രോപ്പർലി. നമ്മൾ ഇത്രയും നേരം കൊണ്ടുവന്നത് നമ്മൾ പ്ലാൻ ചെയ്തു, ഓർഗനൈസ് ചെയ്തു, കമാൻഡ് എല്ലാം കൊടുത്തു, കോർഡിനേറ്റ് ചെയ്തു, നമ്മൾ ഇതെല്ലാം ചെയ്തതിന് നമുക്കൊരു ഔട്ട്പുട്ട് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച വർക്ക് വളരെ വ്യക്തമായിട്ട് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാമാണ് ഈ കൺട്രോളിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനിൽ വരുന്നത്. ഫയോൾ ആണ് കേട്ടോ ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്ന് 5 ബേസിക് കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത്. ഇനി ഈ ഒരു 5 ബേസിക് തിങ്സിന്റെ കൂടെ ഫയോള് കുറച്ച് കാര്യം കൂടെ കൊടുത്തിട്ടുണ്ട്. അതിൽ വളരെ കുറച്ച് കാര്യമാണ് ഞാനിവിടെ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് അഡീഷണൽ പോയിന്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. ബേസിക് ആയിട്ട് നേരത്തെ പറഞ്ഞതിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്ത കാര്യങ്ങളാണ്. ഡിവിഷൻ ഓഫ് വർക്ക്, നമ്മൾ വർക്ക് എത്രത്തോളം ഓരോരുത്തരിലും ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡിസിപ്ലിൻ അല്ലെ, എത്രത്തോളം ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതോറിറ്റി, യൂണിറ്റി ഓഫ് കമാൻഡ് ആൻഡ് ഡയറക്ഷൻ, നമ്മൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമാൻഡിങ്ങും ഡയറക്ഷൻസും കൊടുക്കുന്നുണ്ടോ എന്നുള്ളത്. ഓർഡർ ആൻഡ് ഇക്വിറ്റി, എല്ലാത്തിനും വ്യക്തമായിട്ടുള്ള ഒരു ഓർഡർ ഉണ്ടോ, എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടാണോ നടക്കുന്നത്, ഡിസിപ്ലിനോട് കൂടെയാണോ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഇതെല്ലാം മാനേജേഴ്സ് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്നുള്ളതാണ് ഫയോളിന്റെ അടിസ്ഥാന പ്രകാരം അല്ലെങ്കിൽ ധാരണ പ്രകാരം ഫയോള് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ആ ഒരു അഡ്മിനിസ്ട്രേഷൻ തിയറിയിൽ പറയാനുള്ള. നെക്സ്റ്റ് തിയറിയാണ്, നമ്മൾ ഓരോ തിയറീസും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാണ്. നെക്സ്റ്റ് തിയറിയാണ് ക്രിട്ടിക്കൽ എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ തിയറി. ഇനി എന്താണ് ഈ ഒരു തിയറി ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നോക്കാം കേട്ടോ. ഇറ്റ് ബിലീവ്സ് ബോത്ത് ഫാക്ട്സ് ആൻഡ് ഒപ്പീനിയൻസ് ആർ ഇമ്പോർട്ടൻറ്റ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് സ്കൂൾസ്. അതായത് എന്താ പറയാ, ഓൾറെഡി നമ്മൾ കണ്ടുവരുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ, അത് കൂടിയിട്ടുള്ള അതുപോലെ തന്നെ പുതുതായിട്ട് വരുന്ന ഒപ്പീനിയൻസ്, ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് നമുക്കൊരു സ്കൂൾ എന്താന്നുള്ളത് മനസ്സിലാവുക അല്ലെ. അപ്പൊ ഫാക്ട്സ് ആയിക്കോട്ടെ, ഒപ്പീനിയൻസ് ആയിക്കോട്ടെ, ഇത്തരം കാര്യങ്ങളെല്ലാം കൂടുമ്പോഴാണ് ഒരു സ്കൂൾ ആവുന്നത്. ഓക്കെ, ഇറ്റ് സേസ് ദാറ്റ് സ്കൂൾസ് ആർ ഓൾവേസ് ചേഞ്ചിങ്. ഈ ഒരു തിയറി പ്രകാരം സ്കൂൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് എപ്പോഴും ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ കാലത്തിനനുസരിച്ചിട്ട് അതിൽ പല മാറ്റങ്ങളും വരാം എന്നുള്ളതാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. ഇറ്റ് ട്രൈസ് ടു മേക്ക് പീപ്പിൾ തിങ്ക് മോർ ഡീപ്ലി അബൌട്ട് ഹൗ സ്കൂൾസ് വർക്ക് ആൻഡ് വാട്ട് വാല്യൂസ് ദേ ഫോളോ. ഈ ഒരു തിയറിയിൽ പറയുന്നത്, ഈ ഒരു തിയറി പ്രകാരം ആളുകൾക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ വരും, അല്ലെങ്കിൽ കുറച്ചുകൂടി ഡീപ്പായിട്ട് ആളുകൾക്ക് ചിന്തിക്കാൻ കഴിയും എങ്ങനെയാണ് ഒരു സ്കൂള് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സ്കൂള് പ്രധാനമായിട്ടും എന്തൊക്കെ വാല്യൂസിനെയാണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം കുറച്ചുകൂടെ ആളുകൾക്ക് വ്യക്തമാവും. ഫോക്കസസ് ഓൺ തിങ്സ് ലൈക്ക് വാട്ട് ഇസ് ടോട്ട്, ഹൗ സ്റ്റുഡൻസ് ആർ ട്രീറ്റഡ് ആൻഡ് വാട്ട് ബിലീവ്സ് സ്കൂൾ പ്രൊമോട്ട്. ഈ ഒരു തിയറി പ്രകാരം പറയുന്നത് എന്തൊക്കെയാണ് നമ്മൾ സ്കൂൾ കാലഘട്ടങ്ങളിൽ നമ്മൾ എന്തൊക്കെ പഠിക്കുന്നു, കുട്ടികളെ നമ്മൾ പ്രധാനമായിട്ടും എങ്ങനെ ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു സ്കൂൾ ട്രീറ്റ് ചെയ്യുന്നു, ഒരു സ്കൂള് പ്രൊമോട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട വിശ്വാസങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരം വളരെ ബേസിക് ആയിട്ടുള്ള വാല്യൂസ് അല്ലെങ്കിൽ മോറൽ വാല്യൂസ് നമുക്ക് തരുന്ന ഒരുപാട് ബേസിക് കാര്യങ്ങളാണ് ഈ ഒരു ക്രിട്ടിക്കൽ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ തിയറിയിൽ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ തിയറിയാണ് ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച്. ഫോർത്ത് തിയറിയാണ് കേട്ടോ അത്, ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച്. ഈ ഒരു അപ്രോച്ച് പ്രകാരം വർക്കേഴ്സ് ആർ നോട്ട് ജസ്റ്റ് മെഷീൻസ്, ദെയർ ഫീലിംഗ്സ്, റിലേഷൻഷിപ്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ മാറ്റർ. ഈ ജോലി ചെയ്യുന്ന ആളുകൾ വെറും ഒരു മെഷീനാണോ? അല്ല അല്ലെ, അവര് മെഷീൻസ് അല്ല, അവർക്ക് ഫീലിങ്സ് ഉണ്ട്, റിലേഷൻഷിപ്സ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, എല്ലാം ഒരു എന്താ പറയാ ഒരു വർക്കറിനെ എന്താ പറയാ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെ. അല്ലെങ്കിൽ ഒരു വർക്കർ എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങളിലെല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു മെഷീൻ പോലെ ഒരു ഫീലിംഗും ഇല്ലാത്ത ഒരാളല്ല
വർക്കേഴ്സ് എന്നാണ്. ഹ്യൂമൻ റിലേഷൻസിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു അപ്രോച്ച് ആണ് ഇത്. വെൻ യു കെയർ അബൌട്ട് വർക്കേഴ്സ് ദേ വർക്ക് ബെറ്റർ. അതെപ്പോഴും അങ്ങനെ തന്നെയാണ് അല്ലെ. നമ്മൾ ബാക്കിയുള്ളവർക്ക് റെസ്പെക്ട് കൊടുക്കുമ്പോൾ ടേക്ക് റെസ്പെക്ട് ആൻഡ് ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാണ് അല്ലെ. അതുപോലെ തന്നെ വർക്കേഴ്സിനെ നമ്മൾ എത്രത്തോളം കെയർ ചെയ്യുന്നു അത്രത്തോളം നല്ലൊരു വർക്ക് അവർക്ക് ചെയ്യാൻ കഴിയും, വളരെ പോസിറ്റീവായിട്ട് വർക്ക് ചെയ്യാൻ കഴിയും. ആ ഒരു ചിന്ത എപ്പോഴും നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഹോത്തോൺ സ്റ്റഡീസ്, ഇനി ഇത് ഈ ഒരു സ്റ്റഡി പ്രകാരം ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ചാർട്ടിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ പേയിങ് അറ്റൻഷൻ ടു വർക്കേഴ്സ്, allowing open communication, understanding social factors at work, all this help increase productivity. അതായത് എത്രത്തോളം നമുക്ക് നമ്മുടെ വർക്കിൽ പ്രൊഡക്റ്റീവ് ആവാൻ പറ്റും എന്നുള്ളത്, എത്രത്തോളം ഒരു വർക്കറിന് കെയർ ലഭിക്കുന്നോ, എത്രത്തോളം ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആ ഒരു സ്ഥാപനത്തിൽ ഉണ്ടാവുന്നോ, ഈ ഒരു സോഷ്യൽ ഫാക്ടേഴ്സ് എത്രത്തോളം ഒരാൾ മനസ്സിലാക്കുന്നു, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ പ്രൊഡക്ടിവിറ്റി എത്രത്തോളം എന്നുള്ളത്. അപ്പൊ ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. നമ്മൾ ഈ പറഞ്ഞ ഓപ്പൺ കമ്മ്യൂണിക്കേഷനും അറ്റൻഷനും എല്ലാം കൊടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് നല്ലൊരു പ്രൊഡക്ടിവിറ്റി ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം കണക്റ്റഡ് ആണ് കേട്ടോ. ഹ്യൂമൻ വാല്യൂസിനും റിലേഷൻഷിപ്സിനും വളരെ ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന ഒരു അപ്രോച്ച് ആണിത്. ഇതിൽ ചില എക്സ്പേർട്സ് അവരുടേതായിട്ടുള്ള കുറച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മയോ ഹി സെഡ് സോഷ്യൽ റിലേഷൻഷിപ്സ് അറ്റ് വർക്ക് ഇംപ്രൂവ് പെർഫോമൻസ്. മയോയുടെ ഒരു ധാരണ പ്രകാരം നമ്മൾ എത്രത്തോളം സോഷ്യലി കമ്മിറ്റഡ് ആണോ, നല്ലൊരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, അത് എന്തായാലും നമ്മുടെ പെർഫോമൻസിൽ ഇംപ്രൂവൈസ് ചെയ്യും. നമ്മുടെ വർക്കിന് അത് എന്തായാലും പോസിറ്റീവായിട്ട് ബാധിക്കും. നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു കർട്ട് ലെവിൻ, സ്റ്റഡീഡ് ഗ്രൂപ്പ് ഡൈനാമിക്സ് ഫൗണ്ട് ദാറ്റ് ടീം ഹു മേക്ക് ഡിസിഷൻസ് ടുഗെദർ ഡു ബെറ്റർ. ഈ ഒരു കർട്ട് ലെവിന്റെ അഭിപ്രായ പ്രകാരം വളരെ ഒരു കൂട്ടായ്മയോടുകൂടെ വർക്ക് ചെയ്യുന്ന, കൂട്ടമായിട്ടൊരു ഡിസിഷൻ എടുക്കുന്ന, എല്ലാവരുടെയും അഭിപ്രായം കൺസിഡർ ചെയ്തൊരു ഡിസിഷൻ മേക്ക് ചെയ്യുന്ന ഒരു ടീം എവിടെയാണോ ആ ടീമാണ് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് കർട്ട് ലെവിൻ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു ജേക്കബ് മൊറീനോ, ഹി ക്രിയേറ്റഡ് സോഷ്യോമെട്രിക് ടെക്നിക് studying who likes working with whom, ഫ്രണ്ട്ലി ഗ്രൂപ്പ്സ് വർക്ക് ബെറ്റർ. അതായത് ഈ ഒരു ജാക്കബ് മൊറേനോ പറഞ്ഞ എന്താന്ന് വെച്ചാല് ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, ഈ അല്ലെങ്കിൽ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉള്ള വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഉള്ള ഒരു ഗ്രൂപ്പിലാണ് ഏറ്റവും കൂടുതൽ നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള വർക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് ജേക്കബ് മൊറേനോ പറഞ്ഞിട്ടുള്ളത്. ബിൽഡ് ഗുഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാനേജേഴ്സ് ആൻഡ് വർക്കേഴ്സ്. അതായത് വർക്കേഴ്സും അവിടെയുള്ള സുപ്പീരിയേഴ്സും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. അത് വളരെ പ്രൊഡക്റ്റീവ് ആയിട്ട് നമ്മുടെ വർക്കിനെ പോസിറ്റീവായിട്ട് ബാധിക്കും. ട്രെയിൻ പീപ്പിൾ ഇൻ സൈക്കോളജി ടു ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ഹ്യൂമൻ ബിഹേവിയർ അറ്റ് വർക്ക്. അതായത് ആളുകൾക്ക് സൈക്കോളജിക്കൽ ആയിട്ടുള്ള കുറച്ച് ട്രെയിനിങ്സ് കൊടുക്കുക അല്ലെ. അപ്പൊ ഈ ഒരു ഹ്യൂമൻ സൈക്കോളജി മനസ്സിലാക്കുമ്പോൾ നമുക്ക് എല്ലാവരും കുറച്ചുകൂടെ വ്യക്തമായിട്ടും ഡീപ്പായിട്ടും മനസ്സിലാക്കാനും ഹ്യൂമൻ ബിഹേവിയർ എന്തൊക്കെ തരമാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം കുറച്ചുകൂടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ നമുക്ക് സൈക്കോളജി അറിയാമെങ്കിൽ കഴിയും. സൈക്കോളജിയിൽ കുറച്ച് ട്രെയിനിങ്സ് എല്ലാം വർക്കേഴ്സിന് കൊടുക്കാം. മോട്ടിവേഷൻ നൽകുക അല്ലെ. വർക്കേഴ്സ് ആർ മോട്ടിവേറ്റഡ് ബൈ ഫീലിംഗ് ഇൻക്ലൂഡഡ് ആൻഡ് വാല്യൂഡ്. അതായത് വർക്കേഴ്സിന് എപ്പോഴും ഒരു മോട്ടിവേഷൻ കൊടുക്കുക. അവരുടെ ഫീലിങ്സിനെ നമ്മൾ വാല്യൂ ചെയ്യുന്നുണ്ട്, അവരും ഈ ഒരു ഓർഗനൈസേഷനിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കണ്ണിയാണ് എന്നുള്ള ഒരു ചിന്ത വർക്കേഴ്സിൽ ഉണ്ടാവുമ്പോൾ അത് പോസിറ്റീവായിട്ട് അവരുടെ വർക്കിനെ ബാധിക്കും. സോ ഓൾവേസ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ലീഡർഷിപ്പ് സ്റ്റൈൽ. മാനേജേഴ്സ് ഷുഡ് ലീഡ് ഇൻ എ ഫ്രണ്ട്ലി ആൻഡ് സപ്പോർട്ടീവ് വേ. മാനേജേഴ്സ് എപ്പോഴും ഒരു ഫ്രണ്ട്ലി വേ ആയിരിക്കണം അല്ലെ. വളരെ ഒരു സൗഹൃദപരമായിട്ടായിരിക്കണം അവരുടെ സ്റ്റാഫ്സിനോട് പെരുമാറുന്നത്. എന്ത് കാര്യമുണ്ടെങ്കിലും ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനും ഒരു കൂടെ നിൽക്കാനും മാനേജേഴ്സിന് കഴിയണം അല്ലെ. അങ്ങനത്തെ ഒരു സ്റ്റൈലാണ് മാനേജേഴ്സ് എപ്പോഴും എടുക്കേണ്ടത് എന്നുള്ളതാണ് ഹ്യൂമൻ അപ്രോച്ചിൽ പറയുന്നത്. അപ്പൊ ഈ ഒരു അപ്രോച്ചിൽ പ്രധാനമായിട്ടും ഹ്യൂമൻ ബീയിങ്സിന്റെ ഇമ്പോർട്ടൻസും അവരുടെ വാല്യൂസും ഫീലിങ്സിന്റെ ഒക്കെ ഇമ്പോർട്ടൻസും അത് എത്രത്തോളം നമ്മൾ ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് ആ ഒരു ഷെയറിങ്ങും കെയറിങ്ങും ഉണ്ടെങ്കിൽ നമ്മുടെ വർക്കിനെ എത്രത്തോളം പോസിറ്റീവായിട്ട് ബാധിക്കും എന്നുള്ളതാണ് ഈ ഹ്യൂമൻ അപ്രോച്ചിൽ പറഞ്ഞു കേട്ടോ. നെക്സ്റ്റ് വൺ, ബിഹേവിയറൽ സയൻസ് അപ്രോച്ച്.
ഓക്കെ, ചെസ്റ്റഡ് ബർണാഡ് എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്പേർട്ട് ആണ്. ഹി വാസ് വൺ ഓഫ് ദ ഫസ്റ്റ് ഓതേഴ്സ് ടു ടേക്ക് ബിഹേവിയറൽ സയൻസ് അപ്രോച്ച്. ഈ ഒരു മേഖലയിൽ ആദ്യമായിട്ട് ചെന്ന് കടന്നിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഓതർ എന്ന് നമുക്ക് പറയാം, അതാണ് ചെസ്റ്റഡ് ബർണാഡ്. ഇനി ഈ ഒരു മാസ്ലോസ് തിയറി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മാസ്ലോസ് തിയറി നമ്മുടെ കേട്ടറ്റിന്റെ ഒക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. മാസ്ലോസ് തിയറി എന്ന് പറയുന്നത് ഈ ഒരു ബിഹേവിയറൽ അപ്രോച്ചിൽ വരുന്നതാണ് കേട്ടോ. അതിൽ പറയുന്നത് പീപ്പിൾ ഓൾവേസ് ഹാവ് നീഡ്സ്. നമുക്ക് ആളുകൾക്ക് എപ്പോഴും ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ട് അല്ലെ. നമുക്ക് ഒരു ആവശ്യം മാത്രം മതിയോ? ഇല്ല. നമുക്ക് ഒന്ന് കഴിയുമ്പോൾ ഒന്ന്, അത് കഴിയുമ്പോൾ വേറെ ഒന്ന്, എപ്പോഴും നമുക്ക് പല പല ആവശ്യങ്ങൾ ഉണ്ടായിരിക്കും. വൺസ് വൺ ഇസ് സാറ്റിസ്ഫൈഡ് ദേ വാണ്ട് ദ നെക്സ്റ്റ് വൺ. അതിൽ ഓരോ ആവശ്യവും സാധിച്ചു വന്നാൽ നമ്മൾ നെക്സ്റ്റ് ആവശ്യത്തിലോട്ട് ചാടും. അപ്പൊ ആളുകൾക്ക് എപ്പോഴും നീഡ്സ് എന്ന് പറയുന്നത് ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. These needs affect how people behave at work and in life. അപ്പൊ ഈ ഒരു നമ്മുടെ ആവശ്യം എത്രത്തോളം ഉണ്ട് അതനുസരിച്ചിട്ടായിരിക്കും ഒരാൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ അയാളുടെ ലൈഫിൽ അയാൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നെല്ലാം നമുക്ക് എത്രത്തോളം ആവശ്യങ്ങൾ ഉണ്ട് എന്നുള്ളതിനനുസരിച്ചിട്ടിരിക്കും. മാസ്ലോ ഗ്രൂപ്പ് നീഡ്സ് ഇൻ ടു 5 ലെവൽസ് ഫ്രം ബേസിക് ടു അഡ്വാൻസ്ഡ്. ഈ മാസ്ലോ ഈ ഒരു ഹ്യൂമൻ നീഡ്സിനെ 5 ലെവലായിട്ട് ഒരു പിരമിഡ് രൂപത്തിലാണ് കേട്ടോ ഇതിനെ ഗ്രൂപ്പ് ചെയ്തിട്ടുള്ളത്, ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. സോ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് എന്ത്? ഫിസിയോളജിക്കൽ നീഡ് അല്ലെ. ബേസിക് നീഡ്സ് ലൈക്ക് ഫുഡ്, വാട്ടർ ആൻഡ് സ്ലീപ്പ്. ഒരാൾക്ക് ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ട ആവശ്യമാണ് ഭക്ഷണം, വെള്ളം, ഉറക്കം. അതാണ് ഫിസിയോളജിക്കൽ നീഡ്. അടുത്ത നീഡ് എന്താണ്? സേഫ്റ്റി അല്ലെ. ഫീലിംഗ് സേഫ് അറ്റ് വർക്ക് ആൻഡ് ഇൻ ലൈഫ്. നമ്മുടെ ജോലി സ്ഥലങ്ങളിലും നമ്മുടെ ജീവിതത്തിലും നമ്മൾ സേഫ് ആണ് എന്നുള്ള ഒരു ഫീലിംഗ്, അതാണ് സേഫ്റ്റി നീഡ്സ്. അടുത്ത നീഡാണ് സോഷ്യൽ നീഡ്. നമുക്ക് ലവ് ഉണ്ടാവണം അല്ലെ, നമുക്ക് സ്നേഹം വേണം, ഫ്രണ്ട്ഷിപ്പ് വേണം, നമ്മുടെ ബിലോങ്ങിങ്സ് വേണം. ഇതെല്ലാം സോഷ്യൽ നീഡ്സിൽ വരുന്നതാണ്. നെക്സ്റ്റ് എസ്റ്റീം, അതായത് റെസ്പെക്ട്, റെക്കഗ്നിഷൻ, ഫീലിംഗ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ റെക്കഗ്നൈസ്ഡ് ആയിട്ടിരിക്കുക അല്ലെ. മറ്റുള്ളവർ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു റെസ്പെക്ട് നൽകുമ്പോൾ നമ്മൾ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള ഒരു ഫീലിംഗ്, ഇതെല്ലാം നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു നീഡാണ്. ലാസ്റ്റ് നീഡാണ് സെൽഫ് ആക്ച്വലൈസേഷൻ. ബീയിങ് യുവർ ബെസ്റ്റ് സെൽഫ് ആൻഡ് റീച്ചിങ് യുവർ ഫുൾ പൊട്ടൻഷ്യൽ. നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ബെസ്റ്റ് അവർ സെൽഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റിലോട്ട് നമ്മൾ എത്തുക, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ നമ്മൾ എത്തുന്നതിനെയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇത് മാസ്ലോന്റെ ഹൈറാർക്കിക്കൽ തിയറിയിലുള്ള 5 നീഡ്സ് ആണ് നമ്മളിപ്പോ ഈ ഒരു ഇതില് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളതാണ് തിയറി ഓഫ് എക്സ് ആൻഡ് തിയറി ഓഫ് വൈ. ഈ തിയറീസ് കൊണ്ടുവന്നത് MC ഗ്രെഗർ ആണ് ഇൻ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ ഈ ഒരു മെക് ഗ്രെഗർ എന്ന് പറയാം, അല്ലെങ്കിൽ MC ഗ്രെഗർ എന്ന് പറയാം. അക്കോർഡിംഗ് ടു MC ഗ്രെഗർ 2 തിയറീസ് ഉണ്ട്, തിയറി ഓഫ് എക്സ് ആൻഡ് തിയറി വൈ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 2 തിയറീസ് ആണ് കേട്ടോ ഇത്. നമുക്ക് എന്താന്നുള്ളത് നോക്കാം. തിയറി എക്സ് തിയറി എന്ന് പറയുന്നത് കുറച്ച് നെഗറ്റീവ് തോട്ട് ഉള്ള തിയറിയാണ്, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. കുറച്ചൊരു നെഗറ്റീവ് വ്യൂ ആണ് എക്സ് തിയറിക്കുള്ള. മാനേജേഴ്സ് തിങ്ക് പീപ്പിൾ ഡോണ്ട് ലൈക്ക് വർക്ക്. മാനേജേഴ്സ് ഇവിടെ വിചാരിക്കുകയാണ് ഈ ഒരു തിയറി പ്രകാരം ആളുകൾക്ക് വർക്ക് ചെയ്യുന്ന ഇഷ്ടമല്ല. എന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ആർക്കും അവർ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടൊന്നും അല്ല വർക്ക് ചെയ്യുന്നത് എന്നൊരു മാനേജർ ചിന്തിക്കുകയാണെങ്കിലോ, അതാണ് ഇതിൽ വരുന്നത്. പീപ്പിൾ ഓൺലി വർക്ക് ഇഫ് ദേ ആർ ഫോഴ്സ്ഡ് ഓർ കൺട്രോൾഡ്. നമ്മൾ അവരെ എപ്പോഴും ഫോഴ്സ് ചെയ്ത് ചെയ്യേ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്ത് അത് ചെയ്യേ ഇത് ചെയ്യേ എന്നെല്ലാം പറയുമ്പോൾ മാത്രമാണ് പീപ്പിൾ വർക്ക് ചെയ്യുന്നത് എന്നാണ് മാനേജേഴ്സ് വിചാരിക്കുന്നത്. വർക്കേഴ്സ് അവോയ്ഡ് റെസ്പോൺസിബിലിറ്റി, സോ മാനേജേഴ്സ് നീഡ് ടു ബി സ്ട്രിക്റ്റ് ആൻഡ് കീപ് ക്ലോസ് വാച്ച്. എപ്പോഴും എന്താ പറയുക, ഒരു തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ വർക്കേഴ്സ് തയ്യാറല്ല. അതുകൊണ്ട് തന്നെ മാനേജേഴ്സ് എപ്പോഴും സ്ട്രിക്റ്റ് ആവണം, അവരെ എപ്പോഴും ഒരു കണ്ണ് അവരുടെ പിന്നിൽ ഇങ്ങനെ ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് എക്സ് തിയറിയിൽ വരുന്നത്. ഇതൊരു നെഗറ്റീവ് വ്യൂ അല്ലേ? ആണ് അല്ലെ. അപ്പൊ എന്താണ് വൈ തിയറി നോക്കിയാലോ. വൈ തിയറി കുറച്ചുകൂടെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള തിയറിയാണ് കേട്ടോ. നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. മാനേജേഴ്സ് തിങ്ക് പീപ്പിൾ എൻജോയ് വർക്കിംഗ്. ആളുകൾ വളരെ എൻജോയ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് മാനേജേഴ്സ് വിചാരിക്കും. പീപ്പിൾ ലൈക്ക് ടു ബി ക്രിയേറ്റീവ് ആൻഡ് റെസ്പോൺസിബിൾ. നമ്മുടെ ആളുകൾ വളരെ റെസ്പോൺസിബിൾ ആണ്, അവർ ക്രിയേറ്റീവ് ആണ്, വർക്കേഴ്സ് എല്ലാം സെൽഫ് മോട്ടിവേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ മാനേജേഴ്സിന് ഒരു തരത്തിലുള്ള ടെൻഷൻസും അടിക്കേണ്ട ആവശ്യമില്ല. എല്ലാ ഫ്രീഡമും
വിശ്വാസം നമ്മുടെ വർക്കേഴ്സിന് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കാം എന്നുള്ള ഒരു ധാരണയാണ് വൈ തിയറിയിൽ മാനേജേഴ്സിനുള്ളത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഡിഫറൻസിയേഷൻ മനസ്സിലായില്ലേ? എക്സ് തിയറി കുറച്ചൊരു നെഗറ്റീവ് തോട്ടാണ്, വൈ തിയറി എല്ലാം കൊണ്ടും ഒരു പോസിറ്റീവ് സൈഡാണ് കേട്ടോ. സോ അക്കോർഡിംഗ് ടു എക്സ് തിയറി ഒരു സ്ട്രിക്റ്റ് ബോസ്, ഒരു ലേസി വർക്കർ വ്യൂ അല്ലെ, ബോസ് വളരെ സ്ട്രിക്റ്റും വർക്കേഴ്സ് വളരെ മടിയന്മാരും ആണ് എന്നുള്ള ഒരു തിയറിയാണ് എക്സ് തിയറിയിൽ വരുന്നത്. വൈ തിയറി പ്രകാരം ഒരു ട്രസ്റ്റിംഗ് ബോസ് ആയിരിക്കും അല്ലെ, നമ്മുടെ വർക്കേഴ്സിനെ വിശ്വസിക്കുന്ന ഒരു ട്രസ്റ്റിംഗ് ബോസ് ആണ്. മോട്ടിവേറ്റഡ് വർക്കർ വ്യൂ, നമ്മുടെ വർക്കേഴ്സ് വളരെ മോട്ടിവേറ്റഡും ആണ്. സോ ഐ ഹോപ്പ് ഈ ഒരു തിയറി എളുപ്പമായിരിക്കും പഠിക്കാനായിട്ട്. എക്സ് തിയറി നെഗറ്റീവും വൈ തിയറി പോസിറ്റീവും ആണെന്ന് മാത്രം ഓർത്തു വെച്ചാൽ മതി കേട്ടോ. നെക്സ്റ്റ് എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ലാസ്റ്റ് തിയറിയാണ്, ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ലാസ്റ്റ് തിയറിയാണ് പോസ്റ്റ് ബിഹേവിയറൽ സയൻസ് ഇറ. എന്താണ് ഈ ഒരു അപ്രോച്ച് എന്നുള്ളത് നോക്കാം. ഇന്റഗ്രേഷൻ ഓഫ് കമ്മ്യൂണിറ്റി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. നമുക്കിതില് സ്കൂൾസ് മസ്റ്റ് സെർവ് ദ ഹോൾ കമ്മ്യൂണിറ്റി, നോട്ട് ജസ്റ്റ് ഇൻഡിവിജ്വൽസ്. അതായത് ഒരു സ്കൂൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒരിക്കലും നമ്മൾ ഒരു കുട്ടീനെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിനെയോ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല അല്ലെ. സ്കൂൾ എന്ന് പറയുമ്പോൾ ആ ഒരു ഹോൾ കമ്മ്യൂണിറ്റിനെ സെർവ് ചെയ്യുന്നതായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇറ്റ് ഫോക്കസ് ഇസ് ഓൺ ഫെയർനെസ് ആൻഡ് ജസ്റ്റിസ് ഇൻ എഡ്യൂക്കേഷൻ ഫോർ ഓൾ. എല്ലാവർക്കും ഈക്വാലിറ്റി പ്രൊവൈഡ് ചെയ്യുക, ഈക്വൽ ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്യുക, ഈക്വൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനമായിട്ടുമുള്ള ഒരു ഗോൾ. നെക്സ്റ്റ് വൺ സ്കൂൾ ഇംപ്രൂവ്മെന്റ് ആണ് ഇവരുടെ ഒരു ഗോള്. എംഫസൈസ് ഓൺ അക്കൗണ്ടബിലിറ്റി, അതായത് റിസൾട്ട്സ്, ക്വാളിറ്റി. ഇത് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ എല്ലാ തരത്തിലും ഒരു സ്കൂളിന്റെ ഇംപ്രൂവ്മെന്റ്, അത് ക്വാളിറ്റി വൈസ് ആയിക്കോട്ടെ, റിസൾട്ട്സ് വൈസ് ആയിക്കോട്ടെ, അക്കൗണ്ടബിൾ ആയിരിക്കണം സ്കൂൾ അല്ലെ. എല്ലാ തരത്തിലും സ്കൂളിന് ഒരു ഇംപ്രൂവൈസ്ഡ് സൈഡ് ഉണ്ടായിരിക്കണം. യൂസ് ഓഫ് ഡാറ്റ ആൻഡ് ടൂൾസ് ടു മേക്ക് ടീച്ചിങ് ബെറ്റർ. ഒരു ബെറ്റർ ടീച്ചിങ്ങിന് വേണ്ടിയിട്ട് പുതുതായിട്ടുള്ള ടൂൾസ് ആൻഡ് ടെക്നോളജീസ് യൂസ് ചെയ്യുക, പല ഡാറ്റാസ് യൂസ് ചെയ്യുക, AI ഒക്കെ യൂസ് ചെയ്ത് നമുക്കിപ്പോ ഒരുപാട് എന്താ പറയാ, കുട്ടികൾക്ക് കണ്ടുകൊണ്ട് വിഷ്വലൈസ് ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ എളുപ്പമാണ് അല്ലെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഫ്രണ്ട്ലി ആയിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടെക്നിക്സ് എല്ലാം ടീച്ചിങ്ങിൽ കൊണ്ടുവരിക, അത് ഒരുപാട് മാറ്റങ്ങൾ കുട്ടികളിൽ ഉണ്ടാക്കും. പ്രൊവൈഡിങ് സപ്പോർട്ട് ഹെൽപ്സ് ഓൾ സ്റ്റുഡൻസ് മീറ്റ് ഹൈ സ്റ്റാൻഡേർഡ്സ്. അതായത് എല്ലാ കുട്ടികളെയും ഒരുപോലെ കാണാം, എല്ലാവരെയും കൈപ്പിടിച്ച് അടുത്ത ഒരു ലെവലിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ കൈപ്പിടിച്ച് ഉയർത്തുക, അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക. ടീച്ചേഴ്സ് ഷുഡ് ബി വെൽ ട്രെയിൻഡ് ആൻഡ് സപ്പോർട്ടഡ്. കുട്ടികൾക്ക് എല്ലാ തരത്തിലുള്ള സപ്പോർട്ട് കൊടുക്കാൻ ടീച്ചേഴ്സിന് സാധിക്കണം. ടീച്ചേഴ്സ് വളരെ വെൽ ട്രെയിൻഡും എക്യുപ്ഡും ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് റേസിംഗ് സ്റ്റാൻഡേർഡ്സ്. ടെസ്റ്റിംഗ് ആൻഡ് ഇവാലുവേഷൻ ആർ ഇമ്പോർട്ടന്റ് ടു എൻഷുർ ക്വാളിറ്റി. ഇനി എത്രത്തോളം നമ്മൾ ഇംപ്രൂവൈസ്ഡ് ആയി, അതായി ഇതായി എന്നൊക്കെ പറഞ്ഞാലും ഇവാലുവേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ഞാൻ ബേസിക് ഫങ്ഷൻസ് പറഞ്ഞപ്പോ പറയുമായിരുന്നു, പ്ലാനിങ് ചെയ്താലും ഓർഗനൈസ് ചെയ്താലും കോർഡിനേറ്റ് ചെയ്താലും ഒന്നും കാര്യമില്ല, ഫൈനലി ഇവാലുവേഷൻ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് എത്രത്തോളം ക്വാളിറ്റി നമുക്ക് ഇനി ഇംപ്രൂവ് ചെയ്യാനുണ്ട്, നമ്മൾ സക്സസ് ആയോ ഫെയിലർ ആയോ, ഇതെല്ലാം ടെസ്റ്റ് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ്, എൻകറേജിങ് കളക്റ്റീവ് ലേണിംഗ്. Teachers and school leaders should work together. Everyone shares ideas and learns from each other. അതായത് കുട്ടികളും ടീച്ചേഴ്സും ഒരുപോലെ വർക്ക് ചെയ്യുക അല്ലെ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഐഡിയാസും സജഷൻസും എല്ലാം ഷെയർ ചെയ്യണം. ഇതെല്ലാം പോസ്റ്റ് ബിഹേവിയറൽ എറയിൽ വരുന്നതാണ്. ഇൻ ഷോർട്ട്, ദിസ് എറ ഫോക്കസസ് ഓൺ ഫെയർനെസ്, ടീം വർക്ക് ആൻഡ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ. ഇപ്പോഴത്തെ നമ്മുടെ ഇറ എന്ന് പറയുന്ന, ഇപ്പോഴത്തെ നമ്മുടെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ടീം വർക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് അല്ലെ. കണ്ടിന്യൂസ് ആയിട്ട് എഡ്യൂക്കേഷനിൽ എല്ലാ തരത്തിലും ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു എറയാണ് ഇപ്പോൾ അല്ലെ. കമ്മ്യൂണിക്കേഷനും എല്ലാ തരത്തിലുള്ള ഒരു പോസിറ്റീവ് ഒരു എൻവയോൺമെന്റ് ആണ് ഇപ്പോഴത്തെ കറന്റ്ലി എറാല് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന അപ്രോച്ച് എന്ന് പറയുന്നത്. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു അപ്രോച്ച് എല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു സെഷനിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. പ്രധാനമായും നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ ഒരു 5 തിയറീസ് ആയിരുന്നു. അത് എന്തൊക്കെയാന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, essay ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു 5 തിയറീസും ആണ് നമ്മൾ ഇന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഐ ഹോപ്പ് ദി സെഷൻ ഇസ് ക്ലിയർ. നമുക്ക് ഒരു സെഷനും കൂടെ ഉണ്ടായിരിക്കും ഈ ഒരു ചാപ്റ്ററിലെ. വളരെ ചെറിയൊരു ഭാഗമാണ് എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് നമുക്ക് ഇനി നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ ലിസ്ണിംഗ്. ബൈ.
Hello, ma'am.